നിഷ്കളങ്കനായ പൊന്നുമോൻ്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇത് പറഞ്ഞത് വിതുമ്പിക്കൊണ്ട് ഷാരോൺ രാജിൻ്റെ അമ്മ പ്രിയയാണ്. നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വളപ്പിൽ മാധ്യമങ്ങളുടെ മൈക്കുകൾക്ക് മുന്നിൽ ആ അമ്മ വിതുമ്പിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എൻ്റെ നിഷ്കളങ്കനായ പൊന്നുമോൻ്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഈ വിധി പ്രസ്താവനയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. പ്രിയ എന്ന അമ്മ പറഞ്ഞ വാക്കുകൾ. അത്രയേറെ പ്രിയങ്കരനായിരുന്നു ഷാരോൺ രാജ്. ഷാരോൺ രാജിന് അത്രയേറെ പ്രിയങ്കരിയായിരുന്നു ഗ്രീഷ്മ എന്ന പെൺകുട്ടിയും. ഇവർ രണ്ടും ഒരേ പ്രായമായിരുന്നു. ഒരേ പ്രായമുള്ള രണ്ടുപേർ ഒരേ ബസ്സിൽ യാത്ര ചെയ്തു. വ്യത്യസ്ത കോളേജുകളാണെങ്കിലും പ്രണയം നാമ്പിട്ടു. 2021 ഇവർ പരിചയപ്പെടുന്നതും 2021 ഒക്ടോബർ മുതലാണ് ഇവർ പ്രണയത്തിലാകുന്നത്. 2024 മാർച്ച് മാസം 4-ാം തീയതി ഈ ഗ്രീഷ്മ സതീഷ് എന്നു പേരുള്ള ഒരു സൈനികനുമായി വിവാഹ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു. വിവാഹ നിശ്ചയത്തിന് വീട്ടുകാർ പറഞ്ഞു. അങ്ങനെ വിവാഹം നിശ്ചയിക്കുന്നു. ഈ സൈനികൻ അവധിക്ക് വരുമ്പോൾ വിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. അതായത് വിവാഹം നടത്തുമെന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ജാതക കൈമാറ്റവും ജാതകം ജോത്സ്യനെ ഏൽപ്പിക്കുമ്പോഴാണ് ഗ്രീഷ്മയുടെ ആദ്യ ഭർത്താവ് മരിച്ചു പോകുമെന്ന് ജോത്സ്യൻ ഗ്രീഷ്മയുടെ വീട്ടുകാരെ ധരിപ്പിക്കുന്നത്. അത് വീട്ടുകാർ ഗ്രീഷ്മയോടും പറഞ്ഞു. അപ്പോഴാണ് ഗ്രീഷ്മയ്ക്ക് തൻ്റെ ഭർത്താവാകാൻ പോകുന്ന പട്ടാളക്കാരന് യാതൊന്നും സംഭവിക്കാൻ പാടില്ല. തൻ്റെ കാമുകൻ, ഇപ്പോൾ അകന്ന് മാറി നിൽക്കുന്ന കാമുകനെ വിളിച്ച് ഒരു കല്യാണമൊക്കെ നടത്തി അവനെ ഭർത്താവാക്കിയിട്ട് അവൻ മരിച്ചു പോകണമെങ്കിൽ പോകട്ടെ എന്ന് ഗ്രീഷ്മ കരുതുന്നു. അവിടെ തുടങ്ങുന്നു ഗ്രീഷ്മയുടെ പ്ലാനിങ്. അങ്ങനെ അകന്നിരുന്ന ഷാരോണിനെ ഗ്രീഷ്മ തന്നെ വീണ്ടും ഫോണിലൂടെ വിളിക്കുകയും വീണ്ടും പ്രണയം നാമ്പിടുകയും ചെയ്യുന്നു. മെയ് മാസം 2022 മെയ് മാസം മുതലാണ് വീണ്ടും ഇവർ പ്രണയത്തിൽ ആകുന്നത്. പ്രണയിച്ചു. ഇവർ വീട്ടിൽ വെച്ച് താലി കെട്ടാൻ നിർബന്ധിച്ച് അവളുടെ സ്വന്തം വീട്ടിൽ വെച്ച് താലി കെട്ടിച്ചു. അത് കഴിഞ്ഞ് ക്രിസ്ത്യാനിയാണ് ഷാരോൺ രാജ്. അതുകൊണ്ട് തന്നെ വെട്ടുകാട് പള്ളിയിൽ പോയി അവിടെ വെച്ചും താലി ചാർത്തി. അങ്ങനെ വിവാഹം നടന്നു എന്ന് ഗ്രീഷ്മ വിശ്വസിച്ചു. അതിനുശേഷം ഗ്രീഷ്മ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് തൃപ്പരപ്പിലുള്ള ഒരു ഹോട്ടലിൽ മുറിയെടുത്ത് അവിടെ വെച്ച് ഹണിമൂൺ ആഘോഷിച്ചു. അതിനുശേഷം ആണ് ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അപ്പോൾ ആദ്യമായി ഭാര്യാഭർത്തൃ ബന്ധമൊക്കെ സ്ഥാപിച്ചല്ലോ. ഇതൊന്നും പട്ടാളക്കാരൻ അറിയുന്നില്ല. അയാളുടെ ഡ്യൂട്ടിയിലാണ്. അവധിക്ക് വരുമ്പോൾ ഈ പെൺകുട്ടിയെ, ഇംഗ്ലീഷ് ബിരുദധാരിയായ മിടുക്കിയായ നർത്തകിയായ കലാകാരിയായ പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന സന്തോഷത്തിൽ അദ്ദേഹം സൈനിക ക്യാമ്പിലാണ്. ഇതൊക്കെ KJ ജോൺസൺ എന്ന DYSPയുടെ അന്വേഷണ മികവിലൂടെ പുറത്തു വന്ന കാര്യങ്ങളാണ്. രക്ഷിതാക്കൾ പറയുന്നു, എൻ്റെ മകനെ അവൾ വശീകരിച്ച് കൊണ്ടുപോയി കൊലപ്പെടുത്തിയതാണ് എന്ന് അമ്മ പ്രിയയും അച്ഛൻ ജയരാജും അതുപോലെ തന്നെ സഹോദരൻ ഷീമോനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു. സംഭവ പരമ്പര തുടങ്ങുന്നത് അവിടെ നിന്നാണ്. ഈ പെൺകുട്ടി ഷാരോണിനെ വധിക്കാൻ, കൊലപ്പെടുത്താൻ ആദ്യം അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചു. ആദ്യം മാറി നിന്നതാണ്. കല്യാണ നിശ്ചയമൊക്കെ ആയപ്പോൾ ഷാരോണുമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല. പ്രണയം ഒന്ന് മരവിപ്പിച്ച് നിന്നതാണ്. വീണ്ടും പ്രണയത്തെ തളിർത്തി നാമ്പിട്ട പ്രണയം കല്യാണമാക്കി മാറ്റി. അതിന് ഹണിമൂൺ ആഘോഷിച്ചു. അങ്ങനെ ഭാര്യാഭർത്താക്കന്മാരെന്ന തലത്തിൽ അവരെത്തി. അപ്പോൾ ആദ്യ ഭർത്താവ് ഷാരോണാണ്. ഷാരോണിന് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല എന്ന ബ്രൂട്ടൽ മൈൻഡ് ഗ്രീഷ്മ അവിടെ സെറ്റ് ചെയ്തു. എന്നാൽ ഷാരോൺ ആകട്ടെ നിഷ്കളങ്ക പ്രണയമായിരുന്നു ഗ്രീഷ്മയോട്. അത് കോടതി ഇന്ന് നിരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. മരണക്കിടക്കയിൽ പോലും സ്വന്തം കരള് പകർത്തു നൽകി ആ കരളിൻ്റെ കരളായ പെൺകുട്ടി തനിക്ക് വിഷം തന്ന് താന് 11 ദിവസം വെള്ളം പോലും കുടിക്കാനാകാതെ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ കുറ്റപ്പെടുത്തുകയോ ഗ്രീഷ്മ തനിക്ക് വിഷം നൽകി കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഗ്രീഷ്മ ഇനി നിയമക്കുരുക്കിലൊന്നും പെട്ടുപോകരുതെന്ന് ആത്മാർത്ഥ പ്രണയം ആസ്വദിച്ചിരുന്ന ഷാരോൺ അത് പറയാതിരുന്നു. മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിലും ഗ്രീഷ്മയെ സംശയത്തിൻ്റെ നിഴലിൽ പോലും ആ ചെറുപ്പക്കാരൻ നിർത്തിയിരുന്നില്ല, മരണമൊഴിയിൽ പോലും. ഇതൊക്കെ അമ്മ പറയുമ്പോൾ നമ്മളും ശരിക്ക് വിതുമ്പിപ്പോകും. ഇത്ര മനോഹരമായ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുക. സാധാരണ പ്രണയച്ചതിവൊക്കെ ഉണ്ടാകുമ്പോൾ ആൺകുട്ടികളാണ് എന്തെങ്കിലും തിരികെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പുരുഷന്മാരാണ് സ്ത്രീകൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ വെച്ച് തന്നെ ആ താലികെട്ടി ഹണിമൂണൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഷാരോണിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ഈ പെൺകുട്ടി നിശ്ചയിച്ചു. അതിൻ്റെ ഭാഗമായി പലതവണ പറഞ്ഞു, നീ ഒഴിവാകണം, വേണ്ട, നമുക്ക് ഈ പ്രണയം വേണ്ട, എൻ്റെ കല്യാണമൊക്കെ നിശ്ചയിച്ചു എന്നൊക്കെ പറഞ്ഞു നോക്കി. ഷാരോൺ പ്രണയബന്ധത്തിൽ നിന്നും വിവാഹബന്ധത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അന്ന് തുടങ്ങിയതാണ് സെർച്ച്. ആദ്യം അമിത അളവിൽ ഗുളികകൾ, മരുന്നുകൾ ശരീരത്തിൽ ചെന്നാൽ എന്തൊക്കെ സംഭവിക്കും, സ്ലോ ആയിട്ട് പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാൽ കൊലപാതകമാണെന്ന് തെളിയും. അതുകൊണ്ട് പതിയെ മരിക്കുമോ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി. അവിടെ നിന്നാണ് പാരാക്കിറ്റിൻ എന്ന കളനാശിനിയിലേക്ക് ഈ ഗ്രീഷ്മ എന്ന പ്രതി എത്തുന്നത്. ആ സെർച്ചിൽ
കൃത്യമായി മനസ്സിലാക്കി ഇത്ര അളവ് 50ഓളം ഗുളികകൾ പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് ആ വെള്ളം ബാഗിനകത്ത് ആക്കി എന്നിട്ട് ജ്യൂസുമായി എവിടെ വരുന്നു? ഷാരോണിൻ്റെ കോളേജിൽ വരുന്നു. ഷാരോൺ പഠിക്കുന്ന കോളേജിലേക്ക് തിരക്കി ചെല്ലുകയാണ്. തിരക്കി ചെന്ന ശേഷം കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ജ്യൂസ് ചലഞ്ച് സംഘടിപ്പിക്കുന്നു. നമുക്കൊരു ജ്യൂസ് കുടിച്ച് മത്സരിക്കാം, ഈ ജ്യൂസ് നീ എത്ര വേഗം കുടിക്കുമെന്നൊക്കെ ചോദിച്ച് ജ്യൂസ് ചലഞ്ച് സംഘടിപ്പിക്കുന്നു. അപ്പോൾ ഷാരോൺ പറയുന്നു, ഇതൊന്ന് വീഡിയോ എടുക്കാം. ഇതെന്തിനാണ് എടുക്കുന്നത്? ഇതെന്ത് കളിയാണ്? കളിയുടെ നിയമങ്ങൾ പറയുമെന്നൊക്കെ പറഞ്ഞ് ഷാരോൺ വീഡിയോ എടുക്കുന്നു. അതായത് ഷാരോൺ തന്നെ തൻ്റെ കൊലയാളിയെ വീഡിയോയിൽ പകർത്തി വെച്ചു. തനിക്ക് നേരെ നടന്ന ആദ്യത്തെ വധശ്രമമായിരുന്നു അതെന്ന് ഷാരോൺ മനസ്സിലാക്കിയില്ലയോ എന്നത് വ്യക്തമല്ല. പക്ഷേ ആ വധശ്രമത്തിൻ്റെ വീഡിയോ ഫുട്ടേജ് പോലീസിന് ലഭിച്ചു. അവിടെ നിന്നാണ് പോലീസിൻ്റെ അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ ഷാരോൺ രാജിൻ്റെ വീട്ടുകാർ പറയുന്നത് ആദ്യം ജ്യൂസ് കൊടുത്ത് കൊലപ്പെടുത്താൻ നോക്കി. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് സംശയത്തിൻ്റെ നിഴലിൽ പോലും ആയിരുന്നില്ല ഗ്രീഷ്മ ആദ്യം. മകന് എന്തോ അസുഖം വന്നു, എന്തോ വിഷവസ്തു ഉള്ളിൽ പോയി, അങ്ങനെ മകൻ മരണപ്പെട്ടു. എന്നിട്ട് അച്ഛനോടും മരിക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് ഷാരോൺ അച്ഛനോടും സഹോദരനോടും പറയുന്നത്, ഞാൻ ആ ഗ്രീഷ്മയുടെ വീട്ടിൽ പോയി കഷായം കുടിച്ച ശേഷമാണ് ഇങ്ങനെ വയ്യാതായതെന്ന്. അത് ആ തുമ്പ് വെച്ചിട്ടാണ് ആയുർവേദ ഡോക്ടർ കൂടിയായ ഷീമോന് എന്ന ഷാരോണിൻ്റെ സഹോദരൻ ഈ പെൺകുട്ടിയെ വിളിക്കുന്നത്, നീ എന്ത് കഷായമാണ് കൊടുത്തത്? അപ്പോൾ അവൾ പറയുന്ന കഷായം, അത് ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് ആ കഷായത്തിൽ സംശയം തോന്നി. ആ കഷായം എങ്ങനെ കിട്ടി? അപ്പോൾ അതിനും ഗ്രീഷ്മ അവിടെയും പോലീസിനെ കബളിപ്പിക്കുന്ന തന്ത്രങ്ങളൊക്കെ മെനഞ്ഞിരുന്നു. ബന്ധുവായ പ്രശാന്തിനി എന്ന് പറയുന്ന ഫിസിയോതെറാപ്പിസ്റ്റിനോട് പറഞ്ഞിരുന്നു, പോലീസുകാർ ചോദിക്കും, അപ്പോൾ നിങ്ങൾ പറഞ്ഞു തന്ന മരുന്നാണ് ഇതെന്ന് പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ യുവതി അത് സമ്മതിച്ചില്ല. മുഖവിലക്കെടുക്കാതെ പോലീസിനോട് പറയേണ്ടതുപോലെ പറഞ്ഞു. അതുപോലെ ജ്യൂസ് ഒരു ഓട്ടോ ഡ്രൈവർക്കും ഇതുപോലെ കഷായം കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ പറഞ്ഞു. അയാൾക്ക് കഷായം കൊടുത്തിട്ടില്ല. അയാളും പോലീസിനോട് സത്യം പറഞ്ഞു. അങ്ങനെ കുറേ ആളുകൾ ഷാരോൺ രാജിൻ്റെ വീടിനൊപ്പം ഷാരോൺ രാജിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിന്നു സാക്ഷികൾ. 48 സാഹചര്യ തെളിവുകളാണ് കോടതി പരിശോധിച്ചത്. 48 സാഹചര്യ തെളിവുകളും ദൃക്സാക്ഷികളെ പോലെ തെളിയിക്കാൻ പ്രോസിക്യൂഷനായി. ഇതൊക്കെയാണ് ഷാരോൺ രാജിൻ്റെ വീട്ടുകാർ പറയുന്നത്. ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. എൻ്റെ നിഷ്കളങ്കനായ പൊന്നുമോൻ്റെ നിലവിളി ദൈവം കേട്ടു. ദൈവം ജഡ്ജിയുടെ രൂപത്തിൽ, പോലീസുകാരുടെ രൂപത്തിൽ, സാക്ഷിമൊഴികളുടെ രൂപത്തിൽ, സാഹചര്യ തെളിവുകളുടെ രൂപത്തിൽ ഒക്കെ അവൻ്റെ നിലവിളിക്ക് വേണ്ടി, അവൻ്റെ നിഷ്കളങ്കമായ നിലവിളി കാതോർക്കുകയും ആ നിലവിളിക്കൊപ്പം ഇവയൊക്കെ ദൈവികമായി തന്നെ ഇടപെടുകയും ചെയ്തതുകൊണ്ടാണ് ഇങ്ങനൊരു സുപ്രധാന വിധി ഉണ്ടായതെന്ന് ഷാരോണിൻ്റെ രാജിൻ്റെ വീട്ടുകാർ മനസ്സിൽ ഉറപ്പിക്കുന്നു. അവർക്ക് ഈ വിധിയിൽ പൂർണ്ണ സംതൃപ്തരാണെന്ന് പറയുകയും അത് ആണയിടുകയും ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ.